വടക്കൻ കേരളത്തിലെ ശബരിമല എന്നറിയപ്പെടുന്ന ചെറുപുഴ അയ്യപ്പ ക്ഷേത്രത്തിലെ എഴുന്നള്ളത്തിന് അയ്യപ്പന്റെ തിടമ്പേറ്റാൻ എത്തുന്ന ആനകളും ആനയ്ക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി നൽകുന്ന ചെറുപുഴയിലെ പലേരി പ്രകാശനും തമ്മിലുള്ള സൗഹൃദം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. കഴിഞ്ഞ 16 വർഷത്തോളമായി അയ്യപ്പന്റെ തിടമ്പേറ്റാൻ എത്തുന്ന ആനകളെ പ്രകാശിന്റെ പുരയിടത്തിലും പുഴത്തീരത്തുമാണ് തളയ്ക്കുന്നത്. ചെറുപ്പകാലത്ത് തന്നെ പ്രകാശിന് ആനകളെ ഏറെ ഇഷ്ടമായിരുന്നു. പിന്നീട് ക്ഷേത്രത്തിലെത്തുന്ന ആനകൾ പ്രകാശിന്റെ വീട്ടുപടിക്കലെത്തും. അങ്ങനെയാണ് ആനയുമായുള്ള സൗഹൃദം വളരുന്നത്. വർഷങ്ങളായി ഉത്സവത്തിനെത്തുന്ന ആനയ്ക്കും പാപ്പാന്മാർക്കും വേണ്ട സൗകര്യങ്ങളെല്ലാം ഒരുക്കി നൽകുന്നത് പ്രകാശനാണ്. ഒരു 12 വർഷത്തോളമായിട്ട് ഞാൻ തന്നെയാണ്. അതിനു മുമ്പും പോകാറുണ്ടെങ്കിലും അന്നൊക്കെ നമ്മുടെ മണികണ്ഠനായതുകൊണ്ട് കൂടുതൽ ഇതിന് പ്രൊസീജിയറൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഓരോ വർഷം കൂടുന്നതിനനുസരിച്ച് ഫോറസ്റ്റ്, അതുപോലെ പോലീസ്, അതുപോലെ മറ്റ് രീതിയിലുള്ള പല പല പേപ്പറുകളും ആനയുടേത് ശരിയാക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. മുൻകാലങ്ങളിലൊന്നും അത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴൊരു തുടർച്ചയായി ഒരു 12 വർഷത്തോളം തുടർച്ചയായി അങ്ങനെയാണ് ഇപ്പോൾ പോകുന്നത്. ചെറുപ്പം മുതലേ ഈ മേഖലയിലൂടെ കടന്നു പോകുന്ന മിക്കവാറും ആനകളെയൊക്കെ നമ്മൾ കാണാറുണ്ടെങ്കിലും ഇവിടെ മിക്കവാറും അച്ഛന് ഒരു ചായക്കട ഉണ്ടായിരുന്നു. അവിടെ ആനക്കാർ വരികയും ആനയെ പുഴയിൽ ഇറക്കി അവിടെ ഒരു ദിവസം താമസിച്ച് അങ്ങനെയാണ് അവർ പോയിക്കൊണ്ടിരുന്നത്. അന്ന് മുതൽ ചെറുപ്പം മുതലേ ആനേനെ കാണാറുണ്ട്. ആനയോട് ഭയങ്കര ഇഷ്ടമാണ്. ക്ഷേത്രത്തിലെ ചടങ്ങുകൾ കഴിഞ്ഞ് ആന മടങ്ങുന്നതുവരെ ആനയുടെ മേൽ പ്രകാശിന്റെ കണ്ണുണ്ടാവും. ആനയുമായുള്ള പ്രകാശിന്റെ സൗഹൃദം മനസ്സിലാക്കി ആനയ്ക്കും പാപ്പാന്മാർക്കും വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി നൽകാൻ ക്ഷേത്രം ഭാരവാഹികൾ പ്രകാശനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതുമൂലം ആനയുടെ കാര്യത്തിൽ ക്ഷേത്രം ഭാരവാഹികൾക്കും ആശങ്കയില്ല. ഇതെനിക്ക് തരുമോ? ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.